ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണേ. അപ്പോൾ അതിനിടയിൽ ഇത്തിരി കപ്പ എടുത്തിട്ട് എന്താ ചെയ്തേ, അതെടുത്ത് പുഴുങ്ങി എന്നല്ലേ പറയുക, ആ സംഭവം ചെയ്തു. അപ്പോൾ നിങ്ങളത് കണ്ടോളൂ, കൂടെ എൻ്റെ കഥയും കൂടെ കേട്ടോളൂ. അതായത് ഇന്ന് ഞാൻ എൻ്റെ സബ്സ്ക്രൈബ് അക്കൗണ്ട് നോക്കിയപ്പോൾ ഒരു 5 പേര് പുതിയതായിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആരാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്നാലും എനിക്കത് ഭയങ്കര സന്തോഷമായി എന്നുള്ളതാണ് മറ്റൊരു സത്യം. വേറൊന്നും കൊണ്ടിട്ടല്ല, 100 ആയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനങ്ങനെ ആരുടെ അടുത്ത് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഇടാറുള്ളത്. അങ്ങനെ 100 പേരൊക്കെ എനിക്ക് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെയാണെന്ന് തോന്നണം ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് 100 കഴിഞ്ഞ് വന്നപ്പോൾ 101ാമത്തെ ഒരാൾ വന്നപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവൽ സാധനമായിരുന്നു. അതിന് കാരണമുണ്ട്. 101ാമത്തെ ആളിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു സംഭവം കീഴടക്കിയ പോലൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ 101ാമത്തെ ആൾ സബ്സ്ക്രൈബ് ചെയ്തു. ഞാനപ്പോൾ ഉണ്ണിയുടെ അടുത്ത് വളരെ കാര്യമായിട്ട് പറയും, ഉണ്ണി എനിക്ക് 101ാമത്തെ സബ്സ്ക്രൈബർ വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ണി എന്നോട് പറഞ്ഞു, ആണോ ഒന്ന് ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇതായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഏതോ ഒരാൾ അറിയാതെ സബ്സ്ക്രൈബ് ചെയ്തത്, അത് അൺസബ്സ്ക്രൈബ് ചെയ്ത് പുള്ളി തന്നെ ഓടി തള്ളി എന്ന് പറയില്ലേ, അതേപോലെ അങ്ങ് പോയി. ആസ് യൂഷ്വൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ആ ഒരു ഹൃദയവേദന, ആ ഒരു വിഷമം എനിക്കും ഉണ്ടായി. അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ എന്നെ 3 പേർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് നേരം മുമ്പ് നോക്കിയപ്പോൾ 105 പേര് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു. അതെനിക്ക് ഭയങ്കര അതിശയമായിരുന്നേ. അപ്പോൾ ഈ 105 പേരിൽ 5 പേര് എക്സ്ട്രാ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അവരോട് എന്നെ കൃതജ്ഞതയും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയോണ്ടല്ല എൻ്റെ ഇത് സാധനം ഇങ്ങനെ എൻ്റെ വളിപ്പൊക്കെ കേട്ടിരിക്കാൻ വേണ്ടി തോന്നണേ. എന്തായാലും എൻ്റെ വളിപ്പൊക്കെ കേട്ടിരിക്കുന്ന നല്ലവരായ എല്ലാ ആളുകൾക്കും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി മാത്രമേ രേഖപ്പെടുത്താനുള്ളൂ. താങ്ക് യു.